പക്ഷെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിൽ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവരാണ് RSSകാർ. ഇപ്പം KS രാധാകൃഷ്ണനെ പോലുള്ള മുതിർന്ന BJP നേതാക്കളൊക്കെ താഴവൺ കുടുംബം ശബരിമലയ്ക്ക് വലിയ കളങ്കം, അശുദ്ധി ഒക്കെ വരുത്തിയിട്ടുണ്ട്. ആ കുടുംബത്തെ അവിടെ നിന്ന് മാറ്റണം, അവിടെ മേൽശാന്തി എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വരാം എന്നൊക്കെ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് BJP എന്താണ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷമാകാനാണോ BJP ശ്രമിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യമായിട്ട് ഉയരുകയാണ്. കാരണം ഈ RSSന് കുറേയധികം അവർ പാരമ്പര്യപരമായിട്ട് അവർ പറയുന്നത്, ഇപ്പോൾ തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചത് ഞങ്ങളുടെ മാധവ്ജിയാണ്. ഈ തന്ത്രവിദ്യാപീഠത്തിൽ അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് ഈ പൂജ കാര്യങ്ങൾ ഒക്കെ പഠിച്ചുകൊണ്ട് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, തന്ത്രവിദ്യയൊക്കെ പഠിച്ചുകൊണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷമാകാൻ BJPക്ക് പറ്റുമോ? അല്ല, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, രാഷ്ട്രീയ സ്പിയറിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ കേരളം ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. കേരളം അത് നിർമ്മിക്കപ്പെട്ടത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരന്തരമായ സമരങ്ങളും ഉണ്ടായിരുന്നു. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടതിന് ശേഷം നടത്തിയ 10 വർഷക്കാലത്തെ അത്യുജ്വലമായിട്ടുള്ള സമരങ്ങൾ കേരളത്തെ ഒരു ഇടതുപക്ഷ പ്രദേശമായിട്ട്, പ്രവിശ്യയായിട്ട് മാറ്റിയിട്ടുണ്ട്. ശരി, ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കുള്ള സ്വീകാര്യത കേരളത്തിൽ വളരെ കൂടുതലാണ്. CPM തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ പോലും ആ പരാജയത്തിൻ്റെ കാരണം CPM ഇടതുപക്ഷ ആശയങ്ങളെ കൈവിടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്ത് അല്ലാത്ത CPM ഭരണത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷം തന്നെയാണ്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന കോൺഗ്രസ് പറയുന്നത് എന്താണ്? ഞങ്ങളാണ് CPMനേക്കാൾ മികച്ച ഇടതുപക്ഷം എന്നാണ്. BJP ഇപ്പോൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് ഇടതുപക്ഷം എന്നാണ്. അത് ഒരു പ്രഹേളിയാണ് ശരിക്കും. ഇത് കേരളത്തിലല്ലാതെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ആരും പറയുന്ന കാര്യമല്ല. കേരളത്തിൽ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഞാൻ നേരത്തെ പറഞ്ഞ ഈ 40 മുതൽ 50 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന അത്യുജ്വലമായിട്ടുള്ള വിപ്ലവങ്ങളാണ് കേരളത്തിലൊരു ഇടതുപക്ഷ മനസ്സ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഇടതുപക്ഷ ഫ്രെയിമാണ് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഇവിടെ അധികാരത്തിൽ വരുന്ന എല്ലാ സർക്കാരും ഇടതുപക്ഷത്തിൻ്റെ ആഭിമുഖ്യമുള്ള ആശയങ്ങൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നവരായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശ്രമിച്ചാൽ മാത്രമാണ് ഇവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ ഒരു പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CPM തോക്കുന്നത് അവർ ഇടതുപക്ഷം അല്ലാതാകുന്നതിൻ്റെ പേരിലാണ്. അവർ ശരിയായ ഇടതുപക്ഷമായിട്ട് പ്രവർത്തിച്ചാൽ അവർക്ക് ജയിക്കാം. അപ്പോൾ ജനങ്ങളിപ്പോൾ അവരെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിയായ ഇടതുപക്ഷമല്ല, നിങ്ങൾ അഴിമതിക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വേണ്ട എന്നുള്ള നിലപാടാണ് കേരളത്തിലെ ജനങ്ങൾ എടുക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ശരിയാണ്, CPM ഇടതുപക്ഷം അല്ലാതായി മാറിത്തീരുന്നു, അതുകൊണ്ടാണ് ജനങ്ങൾ അവരെ തിരസ്കരിക്കുന്നത്. എന്തുകൊണ്ടാണ് CPM അങ്ങനെ ആയി തീരുന്നത്? ആരാണ് അതിന് ഉത്തരവാദി എന്നുള്ളത് പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. ആരാണ് അതിനുള്ള ഉത്തരവാദി? അതായത് നമ്മളിപ്പോൾ ഇടതുപക്ഷമാണെങ്കിൽ പോലും ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷത്തെ ഭ്രമിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് പണം, മറ്റൊന്ന് അധികാരം. പണവും അധികാരവും നമ്മളെ ഭ്രമിപ്പിക്കുമ്പോൾ നമ്മൾ ഒരുതരം ആർത്തിയിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ആർത്തി അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ആർത്തിയായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ആ ആർത്തിയിലേക്ക് CPMൻ്റെ നേതാക്കൾ മാറിയതിൻ്റെ ഫലമായിട്ടാണ് CPMന് ഇടതുപക്ഷ ആശയങ്ങളെ കൈയൊഴിയേണ്ടി വന്നത്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിപ്പടുക്കുന്നൊരു സ്വഭാവമാണ്. മുകളിലിരിക്കുന്നവരുടെ തീരുമാനങ്ങൾ, മുകളിലിരിക്കുന്നവരുടെ മനസ്സ്, മുകളിലിരിക്കുന്നവരുടെ പ്രവൃത്തികൾ, അതൊക്കെയാണ് പ്രസ്ഥാനത്തെ മുഴുവനായിട്ട് സ്വാധീനിക്കുന്നത്. അങ്ങനെയാണ് കേരളത്തിലെ CPM എന്ന് പറയുന്നത് പണത്തിനോട് ആഭിമുഖ്യം പുലർത്തുന്ന, അതേപോലെ തന്നെ മൂലധനത്തിനോടും മൂലധനത്തിൻ്റെ വിഭിന്നമായിട്ടുള്ള രോഗാതുരകളോടും പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള മനസ്സുള്ള മനുഷ്യരായി മാറിയത്. അങ്ങനെയാണ് ഇടതുപക്ഷം നശിക്കുന്നത്. ശരി,
ആ ഇടതുപക്ഷത്തെ നിരന്തരമായി ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസം ഇടതുപക്ഷത്തിനകത്തുണ്ട് ശരിക്കും പറഞ്ഞു. അത് വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയുമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിന് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റാത്ത കാലമാണ് കഴിഞ്ഞു പോയ 10 വർഷക്കാലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ വല്ലാതെ ദ്രവിച്ച് ജീർണിച്ച് തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നത്. ഇത് ആരാണ് ചീത്തയാക്കണമെന്ന് ചോദിച്ചാൽ പണമാണ് അവരെ ചീത്തയാക്കിയത്, അധികാരമാണ് അവരെ ചീത്തയാക്കിയത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ പറഞ്ഞു, തുടർച്ചയായ അധികാരം, തുടർച്ചയായിട്ടുള്ള ഭരണം CPM-നെ യഥാർത്ഥത്തിൽ എത്തിക്കുന്നത് ദുരാധികാരത്തിലാണ്. ദുരാധികാരം, ആ ദുരാധികാരമാണ് അവരെ പുറത്താക്കുന്നതിന് കാരണമായി തീർന്നത്. CPM തന്നെ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് തോറ്റു? അതിൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരം ധാർഷ്ട്യം, അഹങ്കാരം. അതുകൊണ്ടാണ് തോറ്റത്. അതൊരു നേതാവിൻ്റെ ധാർഷ്ട്യ അഹങ്കാരമാണോ? ഒരു നേതാവിൻ്റെ മാത്രമല്ല, ആ നേതാവ് പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. അയാളിൽ മാത്രമല്ല ആ സ്വഭാവം ആ പാർട്ടിയുടെ അധികാരത്തിലിരിക്കുന്ന താഴെത്തട്ടിലുള്ള സർവ്വസഹാക്കൾക്കും ആ രോഗം ബാധിച്ചു എന്നുള്ളതാണ്. പിണറായി എങ്ങനെയാണ് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതേപോലെ പ്രവർത്തിക്കണം എന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ചിന്തിക്കുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നു, ജനങ്ങൾ വെറുക്കുന്നു. ജനങ്ങൾ പിണറായി മാത്രമല്ല വെറുക്കുന്നത്, പിണറായി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി മുഴുവൻ വെറുക്കുകയും അങ്ങനെ അവരെ പുറത്താക്കുകയും ചെയ്തു. അതാണ് യഥാർത്ഥം സംഭവിച്ചത്. ഈ CPM-നെ താങ്ങി നിർത്തുന്ന വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഈ ഇടത് ഹിന്ദുക്കളാണ്. ശരിക്കും പറഞ്ഞ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇടത് ഹിന്ദുക്കളാണ്. ഈ ഇടത് ഹിന്ദുക്കളെ എങ്ങനെ BJP പാളയത്തിലേക്ക് എത്തിക്കാം എന്നാണ് BJP ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. അതിനുള്ള സ്ട്രാറ്റജികളാണ് അവർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിഷൻ 2029 വളരെ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുന്നു. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ചുവപ്പ് കോട്ടകളെ കാവിക്കോട്ടകളാക്കുക എന്നുള്ളതാണ്. ഈ ചുവപ്പ് കോട്ടകളെ കാവിക്കോട്ടകളാക്കണമെങ്കിൽ BJP ഒരു ഇടതുപക്ഷമാകേണ്ടേ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ഇടത് ഹിന്ദുക്കളുടെ വോട്ടുകളാണ്. ഇടത് ഹിന്ദുക്കൾക്ക് മറ്റൊരു ഇടതാണ് BJP എന്ന തോന്നല് ഇല്ലാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അങ്ങനെ രൂപപ്പെടുത്താത്തോളം കാലം ചുവപ്പ് കോട്ടകളെ കാവിക്കോട്ടകളാക്കാൻ പറ്റും. ചുവപ്പ് കോട്ടകൾ തകർന്നു വീഴുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇടതുപക്ഷ സ്വഭാവം അവർ നഷ്ടപ്പെടുത്തിക്കുന്നതുകൊണ്ടാണ്. ഇടതുപക്ഷ സ്വഭാവം അവർ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അവർ വലതുപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. RSS പ്രത്യയശാസ്ത്രപരമായി വലതുപക്ഷമാണ്. അതുകൊണ്ട് ഒരു ഇടതുപക്ഷത്തെ ഉൾക്കൊള്ളാനായിട്ടുള്ള വലിപ്പമോ വികാസമോ അതിനുണ്ടാവും എന്ന് നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാം? അതൊക്കെ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അവരെടുത്ത തീരുമാനത്തിൽ നിന്ന് അവരെന്തുകൊണ്ട് പിന്നോട്ട് പോയി? RSS ആണ് ആദ്യം സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത്. പിന്നീട് നമ്മൾ RSS-നെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു RSS-നെ നമ്മൾ കാണുകയും ചെയ്യും. പ്രത്യയശാസ്ത്രപരമായി RSS-ന് ഒരിക്കലും ഇടതാകാൻ പറ്റില്ല. അതുകൊണ്ട് ഇടത് മുഖം മൂടി വെച്ച് ഇപ്പോൾ ഇടതിൽ നിൽക്കുന്ന ആളുകളെ RSS-നെ അവരുടെ കൂടാരത്തിലേക്ക് ചേക്കേറാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അല്ല പക്ഷേ ഇപ്പം എന്താണ് ഇടത് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇടത്? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണോ ഇടത്? ഇപ്പം നമ്മൾ CPM ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കുറേ ഒരു സാമൂഹിക നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവും പണ്ഡിറ്റ് കറുപ്പനും അതായത് ഇവിടെ സ്വാമിയും ഇവരൊക്കെ ഒരു ഇടത് സ്പിയറിൽ ചിന്തിച്ചവരാണ്. അതുകൊണ്ടാണ് പല മാറ്റങ്ങളും ഇവർക്ക് രൂപപ്പെടുത്താൻ ഒരു ഇടത് എന്ന് പറയുമ്പം കമ്മ്യൂണിസ്റ്റ് ആകണമെന്നത് നിർബന്ധമാണ്? ഇല്ല. ഇടതെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിൻ്റെ കുത്തകയുമായി നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഇടതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും അതിന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ടാകാം. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഇടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം മതേതര സ്വഭാവമായിരിക്കണം. കാരണം കേരളം മൾട്ടി റിലീജിയസ് സ്റ്റേറ്റാണ്. മൾട്ടി റിലീജിയസ് സ്റ്റേറ്റിനകത്ത് എല്ലാ മതത്തിൽപ്പെട്ടവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഒരു ഫോർമേഷൻ ഉള്ള ഒരു പാർട്ടിക്ക് മാത്രമേ ഒരു ഇടത് പാർട്ടിയായിട്ട് നിൽക്കാനായിട്ട് കഴിയുള്ളൂ. എന്നുവെച്ചാൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് കഴിയണം.
മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം എന്ന് പറഞ്ഞാൽ ആ ജനവിഭാഗത്തെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ള അതിൻ്റെ അർത്ഥം. എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയും. അതിന് സാധാരണ രീതിയിൽ ഈ ക്ലാസ് സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ വർഗസ്വഭാവം എന്ന് പറയും. അതായത് മുതലാളി തൊഴിലാളി എന്ന് പറയുന്ന വിവേചനം അല്ലെങ്കിൽ വിഭജനം. അതിൽ ബഹുഭൂരിപക്ഷം പേരും തൊഴിലാളികളാണ് എന്നുള്ളതിൻ്റെ പേരിൽ തൊഴിലാളി ഹിന്ദുവാണോ, തൊഴിലാളി മുസ്ലിമാണോ, തൊഴിലാളി ക്രിസ്ത്യാനിയാണോ, തൊഴിലാളി പാഴ്സിയാണോ, പഞ്ചാബിയാണോ എന്ന പ്രശ്നമല്ല. തൊഴിലാളി ഒറ്റക്കെട്ടാണ്. തൊഴിലാളിയുടെ രക്തം അവൻ പരസ്പരം തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് ചേർന്ന് സംഘം ചേരുന്ന ഒരു പ്രതിഭാസമാണ് ഇടത് രൂപീകരണത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ആർ എസ് എസിനെ ഉൾക്കൊള്ളാൻ കഴിയുക? ആർ എസ് എസിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. 2, മുതലാളിത്തത്തിനെതിരല്ല ആർ എസ് എസ് എന്ന് പറയും. മുതലാളിത്തത്തിന് എതിരല്ല എന്ന് പറഞ്ഞാൽ മുതലാളിത്തവുമായി ബന്ധപ്പെട്ട ചൂഷണത്തിനെതിരല്ല ആർ എസ് എസ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആർ എസ് എസിലേക്ക് ഒരു ഇടത് മനസ്സിനെ കയറി ചെല്ലാനായിട്ടുള്ള ഇടമുണ്ട് എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. ഈ 2 വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറയും? അല്ല, ഇവിടെ ശരിയായൊരു ഇടതില്ലാത്തതാണല്ലോ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി. കേരളം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. കാരണം ശരിയായ ഒരു ഇടതില്ല. ഉള്ള ഇടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ഉം CPI-യും അടങ്ങുന്നതായിട്ടുള്ള എന്താണ് നമുക്കതിന് പറയാൻ പറ്റുന്നത്, ഒരു മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിനോടൊപ്പം അതിന് സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതെപ്പോഴും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വ സ്വഭാവം പുലർത്തുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുക. അങ്ങനെ മാറുന്ന സമയത്ത് അതിൽ മനുഷ്യത്വം ഉണ്ടാവില്ല. മനുഷ്യത്വമില്ലാത്ത ഒരവസ്ഥയിൽ അത് എത്തിച്ചേരുമ്പോഴാണ് അതിന് ഇടത് മുഖം നഷ്ടപ്പെടുന്നു എന്ന് പറയും. നമുക്ക് പല സംഭവങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഈ മനുഷ്യത്വമില്ലായ്മ, ആബ്സെൻസ് ഓഫ് ഹ്യൂമനിസം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് അവയിൽ കാണാനായിട്ട് കഴിയും. അപ്പം മാഷെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇടത് കേരളത്തിൻ്റെ അനിവാര്യതയാണ്, പക്ഷേ CPM ഒരു അനിവാര്യതയാണോ? CPM അനിവാര്യതയല്ല. CPM ഇടതായാൽ മാത്രമാണ് CPM-ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതവർ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഈ ഇടതായി നിൽക്കുക എന്ന് പറഞ്ഞത് ഇനി 2-3 കാര്യങ്ങൾ. ഒന്ന്, സത്യസന്ധമാകണം, അഴിമതി രഹിതമായിരിക്കും, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതായിരിക്കും, ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും, ജനകീയമായിരിക്കും. ഇതൊക്കെ പുലർത്തുകയാണെങ്കിൽ മാത്രമാണ് ആളുകൾക്ക് സ്വീകാര്യത ഉണ്ടാവും. അതിപ്പോൾ CPM അല്ല, കോൺഗ്രസോ RSSോ ആർക്കും വേണമെങ്കിലും ആകാം. നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ അതിലേക്ക് അവർ എത്തണം എന്നുള്ളതാണ് പ്രശ്നം. എത്താൻ കൂടുതൽ സാധ്യത ഉള്ളത് ഏത് എന്ന നിലക്കാണ് നമ്മൾ RSSനെ എത്താനുള്ള സാധ്യത കുറവാണെന്ന് പറയേണ്ടത്.